ശബരിമലയിലെ അടിമുടി ദുരൂഹതയാണ്. ഹൈന്ദവ വിശ്വാസികളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാരും നിൽക്കുന്നത്. ഇതിനെതിരെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോയില്ലെങ്കിൽ ശബരിമലയെ ഇനിയും പണ്ട് ഉദയനായിരുന്നു ശബരിമല കൊള്ളയടിക്കാൻ വന്നത്. ഇപ്പം മറ്റൊരു ഉദയനും സംഘവും ഉണ്ടായിരിക്കുകയാണോ, അവതരിച്ചിരിക്കുകയാണോ എന്ന് സംശയം. ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു കാര്യം ചോദിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1996 ശേഷം 95, 96 അതിനുശേഷം 30 വർഷമായി, 3 ദശാബ്ദമായി പോകും. ഈ 3 ദശാബ്ദങ്ങളിൽ ശ്രീ ശബരീശ്വരനിൽ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് വ്രതം നോക്കി ഇരുമുടി കെട്ടുകൊടുത്ത് ശബരിമലയിലേക്ക് പോകാൻ സാധ്യതയോ തയ്യാറോ ഉണ്ടോ? ഒരാൾ കേരളം ഭരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാവരും പോയിട്ടുണ്ട്. അതല്ല, അത് വെറുതെ പോകുന്ന കാര്യം വേറെ. എൻ്റെ ചോദ്യം, അവിടെ വിശ്വാസമുണ്ടായിരിക്കണം. പോയാലും പോയില്ലെങ്കിലും ഇരുമുടി കെട്ടുപെടുത്തിച്ച് അവിടെ ചെന്ന് സന്നിധാനത്ത് ചെന്ന് അങ്ങയെയും എന്നെയും പോലെ ആ പുണ്യപാപ ചുവടുമായി ആ തിരുസന്നിധിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ 3 ദശാബ്ദങ്ങൾക്കുള്ളിൽ കേരളം ഭരിച്ചിട്ടുണ്ടോ? രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ കെ മുരളീധരനോ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ കാര്യം ചോദിക്കുന്നത്. ഈ ഘട്ടത്തിൽ പോയവരൊക്കെ ഒന്നുകിൽ അതിനെ അവഹേളിക്കുന്നവര്. ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, തൊട്ടടുത്തൊന്ന് മുഖ്യമന്ത്രി എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് കിടക്കുന്ന ദൈവമുണ്ട്, ശബരിമലയിൽ ഇരിക്കുന്ന ദൈവമുണ്ട്, ഗുരുവായൂരിൽ നിൽക്കുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞ് പരിഹസിച്ച കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വികൃത മുഖമായിരുന്ന ഇ.കെ. നയനാർ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെയും എവിടെയും പരിഹാസത്തിന്റെ ഭാഷ, അരോചകമായ ഭാഷ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടിയിരുന്ന അച്യുതാനന്ദൻ ഭരിച്ചു. ഇതൊക്കെ പറയുന്ന പലർക്കും ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ വന്നത് പിണറായി വിജയൻ. ഈ പറയുന്നവരാരുമല്ല. ഈ ഉമ്മൻചാണ്ടി, ഈ ഘട്ടത്തിൽ എ.കെ. ആന്റണി ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാലം ഇവരാരും അവഹേളിക്കുന്നില്ലെങ്കിലും ശബരിമലയെ ആ പൂജാഭാവത്തോടുകൂടി കാണുന്നവരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. ഈ വിഷയം അവിടെ മനസ്സിൽ കിടക്കട്ടെ. ഇനി അടുത്ത കാര്യം, ശബരിമലയിൽ നിന്ന് ഇന്ന് കാണുന്നത് പോലെയുള്ള സാമ്പത്തികമായ അടിച്ചുമാറ്റൽ, സ്വർണവും പണവും ഉൾപ്പെടെ അടിച്ചുമാറ്റുന്നത്, അഴിമതി, കെടുകാര്യസ്ഥത, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, ഇതൊക്കെ എന്നും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ആരംഭിച്ച കാലം തൊട്ട് ഇന്ന് വരെയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും ഇടതുവർഗീയ മുന്നണിയെയും വലതുവർഗീയ മുന്നണിയെയും നമുക്ക് രണ്ടായി കാണാൻ കഴിയുകയില്ല. പിന്നെ ഒന്നുകൂടി ഒന്ന് ഓർക്കണം, ആര് ഭരിച്ച കാലത്താണ് ശബരിമല തീവെപ്പ് നടന്നത്? തിരുവിതാംകൂറിൽ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഒരു മുഖ്യമന്ത്രിയുടെ മകൻ കൂടി ആ കേസിൽ പ്രതിയായിരുന്നെന്നാണ് അങ്ങ് തന്നെ നടത്തിയ ഒരു ചാനൽ ചർച്ചയിലൂടെ അങ്ങയുടെ ഗസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം സ്ഥാപിച്ചത് അതിനെ മൂടി വെക്കാനാണ്, എങ്കിലും ആ പേര് വന്നത് അതിനകത്താണ്. ഞാൻ ആ പേരിലേക്കൊന്നും പോകുന്നില്ല. അതേ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നീട് വന്നൊരു മുഖ്യമന്ത്രി, തിരുവിതാംകൂറിന്റെ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോകുമെന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് 57 ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ
ശബരിമല തീവെക്കുന്നവരെ അവരെ കണ്ടെത്തുമെന്നും ശിക്ഷിക്കുമെന്നും ഉറപ്പ് ഓരോ ഭവനങ്ങളിലും കയറി ചെന്ന് പറഞ്ഞ് ആ ഹിന്ദുവിന്റെ പിന്തുണ നേടി ഹൈന്ദവ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്തുണ നേടി തെറ്റായ വാക്കും കൊടുത്തിട്ടാണ്, പാലിക്കാൻ താല്പര്യമില്ലാത്ത വാക്കും കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങിച്ച് അധികാരത്തിലെത്തിയത്. ഇവരെല്ലാം ശബരിമലയ്ക്ക് എതിരായിരുന്നു. ഹിന്ദുവിനോട് ഒന്നുകിൽ എതിർപ്പോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരുമായിരുന്നു. ഇനി വേറൊന്നുള്ള ഞാൻ പറയാം, അത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നല്ല. നിലയ്ക്കൽ പ്രശ്നമുണ്ടായത് ആര് ഭരിക്കുമ്പോഴാണ്? ആ നിലയ്ക്കലെ പൂങ്കാവനത്തിലേക്ക്, ശബരീശ്വരന്റെ പൂങ്കാവനത്തിലേക്ക് അവിടെ ചെന്ന് അനധികൃതമായി കുരിശു നാട്ടി അധിനിവേശത്തിനുള്ള സാധ്യത നേടിയത് ആരുടെ കാലത്തായിരുന്നു? കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു. കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അതാണ് പ്രാധാന്യം. ആ നിലയ്ക്കൽ പ്രശ്നം ഉണ്ടായത് എപ്പോഴാണെന്ന് ഓർക്കുക. സോണിയാഗാന്ധി ഭാരതത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെത്തിയപ്പം ഞങ്ങളുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ഒന്ന് പരിശ്രമിച്ച് നോക്കാൻ വേണ്ടി ആയിരുന്നില്ലേ അന്ന് നിലയ്ക്കൽ നടത്തിയ ആ അധിനിവേശ ശ്രമമെന്ന് തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ ജഗദ്ഗുരു സ്വാമി സത്യാനുസരി തിരുവടികളും ശ്രീ കുമ്മനം രാജശേഖരനും ഒക്കെ നേതൃത്വം നൽകിയ ആ ശക്തമായ പ്രതിരോധത്തിൽ അവരുടെ താല്പര്യങ്ങൾ കടപുഴകി വീണു. ഞാൻ പറഞ്ഞത് ഹിന്ദുവിന്റെ അടിസ്ഥാന താല്പര്യങ്ങളെയും ശബരിമലയും സങ്കല്പത്തെയും ഇല്ലാതാക്കുവാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തവരാണ് ഇടതുവർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും. ഇനി മറ്റൊന്നുകൂടെ ഞാൻ പറയാം, അങ്ങ് തീർച്ചയായും ഓർക്കുന്നുണ്ടാവും എങ്ങനെയാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ അധീനതയിലേക്കായത്. അധീനതയായ ചരിത്രം വേലുത്തമ്പി രക്തസാക്ഷിയായതിനു ശേഷം ആംഗ്ലോ ക്രിസ്ത്യൻ അധിനിവേശ ശക്തികൾ തിരുവിതാംകൂറിന്റെ മേലിൽ പിടിയുറപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഘട്ടത്തില് ക്ഷേത്രങ്ങൾ ഇംഗ്ലീഷുകാരന്റെ അധിനിവേശം ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ തിരുവിതാംകൂറിന്റെ പ്രതിരോധത്തിന് വേണ്ട സമ്പത്തും സൗകര്യവും ചെയ്തെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ക്ഷേത്രങ്ങളിലെ ധനം ഉപയോഗിച്ചുകൊണ്ട് കപ്പം ഇംഗ്ലീഷുകാരന് കൊടുക്കാനുണ്ടായിരുന്ന ആ തുക കൊടുക്കാൻ ആവശ്യപ്പെട്ട തുക തിരുവിതാംകൂറിന് കൊടുക്കാൻ സാഹചര്യം വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ നേട്ടം ഇംഗ്ലീഷ് സർക്കാരിന്, മതപരമായ നേട്ടം ക്രിസ്തീയ സമൂഹത്തിന്. ഇത് രണ്ടും കണക്കാക്കിയാണ് അന്നു മുതൽ കേരളത്തിലെ തിരുവിതാംകൂറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സർക്കാരിൻ്റെയും സർക്കാരിലൂടെ അന്നത്തെ രാജഭരണത്തിലൂടെ ഇംഗ്ലീഷ് അധിനിവേശ ശക്തികളുടെയും കീഴിൽ കൊണ്ടാക്കിയത്. ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളെടുത്തു, ക്ഷേത്രങ്ങളുടെ വരുമാനം സ്വന്തമാക്കി. അന്ന് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കും ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിനുള്ള സാഹചര്യം വന്നത്, ഭരണത്തിൽ ഇടപെടുന്നതിനുള്ള സാഹചര്യം വന്നത് അതോടുകൂടിയാണ്. അത് തുടർന്നു. സ്വതന്ത്ര ഭാരതത്തിലും ആ രീതിയിൽ തുടരുകയും ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാത്രം അങ്ങനെ സർക്കാരിൻ്റെ അധീനതയിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നിരിക്കുന്നു. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിനപ്പുറം ഇപ്പോഴൊരൊറ്റ ചോദ്യത്തിനെ പ്രസക്തിയുള്ളൂ. ഇതാണ്, ഒരു മതേതര രാജ്യത്ത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മറ്റു മതസമൂഹങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ എന്തുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് മാത്രം സർക്കാരിൻ്റെ ഇടപെടലുള്ള ഭരണം വേണം?
എന്തുകൊണ്ട് അത് സർക്കാർ ഹിന്ദു സമുദായത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല? അങ്ങനെ വിട്ടുകൊടുക്കാത്ത സാഹചര്യമുള്ളപ്പം കേരളം ഇനി കാണേണ്ട അല്ലെങ്കിൽ ഉണ്ടാകേണ്ട ഒരു സമര രംഗമെന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ വിമോചിപ്പിക്കാൻ വേണ്ടി വേണം. അതൊരു വിമോചന സമരത്തിലേക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളെ ക്ഷേത്ര വിമോചന സമരം ഉണ്ടാവണം. ആ ക്ഷേത്ര വിമോചന സമരം കേരളത്തിന്റെ ചരിത്രം മാറ്റും. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുമ്പം, അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുമ്പം, ഓരോ കുടുംബങ്ങളിലും വോട്ടും ചോദിച്ചുകൊണ്ട് വരുമ്പം ഏത് കൊടിയും പിടിച്ചു വന്നാലും, ഏത് പാർട്ടിയുടെ ആണെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, CPI മുസ്ലിം ലീഗോ, കേരള കോൺഗ്രസോ, ഹിന്ദു ആവട്ടെ, ഇനി അതുമല്ലെങ്കിൽ മുന്നണിയുള്ള പേരിൽ വരുന്നവരാവട്ടെ, അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ, ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിന് തിരിച്ചു നൽകുവാൻ, മാന്യമായി തിരിച്ചു നൽകുവാൻ ഉള്ള ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അത് എഴുതി ചേർത്തിട്ട് വാ എന്ന് പറയുന്നതിനുള്ള ധൈര്യം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനുണ്ടാവണം. ഏത് വീട്ടിൽ കയറി കഴിഞ്ഞാലും അവിടെ എഴുതി വെക്കണം, ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ തിരിച്ചു തരാൻ തയ്യാറില്ലാത്തവർക്ക് ഞങ്ങളുടെ വോട്ടുണ്ടാവില്ല എന്ന് പറയുക. ശബരിമല മാത്രമല്ല, കേരളത്തിലെ 1200 ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1240 ക്ഷേത്രങ്ങൾ, പിന്നെ കൊച്ചി ദേവസ്വം ബോർഡുണ്ട്, മറ്റ് ദേവസ്വം ബോർഡുകളുടെ എല്ലാ ക്ഷേത്രങ്ങളും. അങ്ങനെ വന്നാൽ അതിൻ്റെ ഭരണ സംവിധാനം എങ്ങനെയാവും ചോദ്യം വരാം. അതിനൊക്കെ നമുക്ക് ഈ 10 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഉത്തരവുണ്ട്, അതെന്താ, അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷെ ആദ്യം വേണ്ടത് ഈ ഭരണം വിശ്വാസികളിലേക്ക് ഏൽപ്പിക്കണം. ഏറ്റു കഴിഞ്ഞാലും ഏൽപ്പിക്കുന്നതിന് മുമ്പാണെങ്കിലും ഇന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ സകല ക്ഷേത്രങ്ങളുടെയും ആസ്തിയും ബാധ്യതയുണ്ടെങ്കിൽ അതും കൃത്യമായും രേഖപ്പെടുത്തപ്പെടണം. കുറച്ച് കാലങ്ങളിലേക്കെങ്കിലും ദേവസ്വം ബോർഡിൽ പരിണതപ്രജ്ഞരായ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കണക്കുകൾ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി ഏർപ്പാടാക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി നയനാർ ഭരണകാലത്ത് വിജയ് മല്യ നൽകിയ തങ്കം, തനി തങ്കം, 24 കാരറ്റ് തങ്കം 30.3 കിലോ ആയിരുന്നില്ലേ? അത് പിണറായിയുടെ ഭരണം വന്നപ്പം ആ നയനാരുടെ കാലത്ത് കിട്ടിയ ഭരണം തങ്കം പിണറായിയുടെ കാലത്ത് ചെമ്പായി മാറുന്ന അവസരം ഇനിയും ഉണ്ടാകാൻ പാടില്ല. ശബരിമലയിലെ ഭഗവാന്റെ തങ്കം ചെമ്പാക്കി മാറ്റുന്ന ചെമ്പടയെ അവിടുന്ന് ഇറക്കി വിടണം. പോരാ, ഏതാണ്ട് ഇപ്പൊ സംഭവിച്ചെന്ന് പറയുന്ന 1.5 കിലോ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് തുല്യമായ, ഏതാണ്ട് തുല്യമായ 1.87 കോടി രൂപ പാത്രക്കച്ചവടത്തിൽ അടിച്ചു മാറ്റിയ മറുഭാഗത്തെ കോൺഗ്രസ് മുന്നണിയുടെ മന്ത്രിയുടെ സഹോദരനും അങ്ങനെ ഒരു കണ്ണുമായി ഇനിയും ശബരിമലയിലേക്ക് ചെല്ലാൻ പാടില്ല. അതുകൊണ്ട് ക്ഷേത്ര വിമോചനം ഉണ്ടാവണം. സുതാര്യവും ഫലപ്രദവുമായ ക്ഷേത്ര മാനേജ്മെന്റ് സംവിധാനം കേരളത്തിലുണ്ടാവണം. അങ്ങനെ മാറ്റം ഉണ്ടാവണം. ക്ഷേത്രങ്ങളുടെ ആ ശക്തിയും സാന്നിധ്യത്തിൻ്റെ പ്രയോജനവും ഭക്തർക്ക് ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം വളരണം. ക്ഷേത്ര വിമോചനം അനിവാര്യമാണ്. അതിന് രാഷ്ട്രീയ ആവശ്യമായും മുദ്രാവാക്യമായും മാറ്റുന്നതിന് ഹൈന്ദവ സമൂഹത്തിന് കഴിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.